മലപ്പുറം എസ്.പി. അടക്കമുള്ളവരുടെ കൂട്ടസ്ഥലം മാറ്റം പി.വി. അൻവറുമായുള്ള ഒത്തുതീർപ്പ് എന്ന സംശയം ബലപ്പെടുന്നു. അൻവറുമായി രമ്യതയില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. അതേസമയം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന എം.ആർ. അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പോലീസിനെതിരായ പരാതി സ്വീകരിക്കാൻ പി.വി. അൻവർ തുടങ്ങിയ വാട്സാപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു. നിരവധി പേർ സ്പാം റിപ്പോർട്ട് ചെയ്തതോടെയാണ് നമ്പർ ബ്ലോക്കായത്. ഒരു നമ്പർ പോയാൽ വേറെ 1000 നമ്പർ വരുമെന്നും എല്ലാം ക്ലീൻ ആക്കിയിട്ടേ ഈ പരിപാടി നിർത്തുകയുള്ളൂ എന്നും പി.വി. അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സി.വി. അനുമോദ് ആണ് ചേരുന്നത്. അനുമോദ്, പോലീസ് മേധാവികളുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലം, അതിലേറ്റവും പ്രധാനമെന്നത് ADGP എം.ആർ. അജിത് കുമാറിന് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപമാണ്. ആ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പോലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതേ സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് മലപ്പുറത്ത് കൂട്ടസ്ഥലം മാറ്റം നടത്തിയിട്ടുള്ളത്. ഈ സ്ഥലം മാറ്റം പോലീസിനകത്ത് ഏത് തരത്തിലുള്ള പ്രതിഫലനമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഒപ്പം രാഷ്ട്രീയമായി എന്തൊക്കെ പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്? അഭിലാഷ്, പി.വി. അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ മലപ്പുറത്തെ DYSP-മാരെയും SP-യെയും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ജില്ലയിലെ എല്ലാ DYSP-മാരെയും, അതായത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അടക്കം, DSP-മാരെ അടക്കം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നിൽ അൻവറിന്റെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണെന്ന് വ്യക്തമാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഒരു തരത്തിലും ആരോപണങ്ങൾ ഉന്നയിക്കാത്ത, അതല്ലെങ്കിൽ ഈ വിവാദ വിഷയങ്ങളൊന്നും പെടാത്ത DYSP-മാർ പോലും സ്ഥലം മാറിയവരിൽ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ DYSP-മാരൊക്കെ തന്നെ അതിൽ പകുതിയോളം പേർ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷമാണ് മലപ്പുറത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം DYSP ആവട്ടെ, അതുപോലെ നിലമ്പൂർ DYSP ആവട്ടെ, ഇവരൊക്കെ ആദ്യമായിട്ടാണ് DYSP എന്ന നിലയിൽ മലപ്പുറത്ത് എത്തുന്നത്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം ജൂലൈ ആഗസ്റ്റ് മാസത്തോടെയാണ്. അപ്പോൾ ഈ വിവാദ വിഷയങ്ങൾക്ക് മുൻപേ വിവാദ വിഷയങ്ങൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇവർ ഈ ഒരു മേഖലയിലില്ല. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് സ്ഥലം മാറ്റിക്കൊണ്ട് ഇനി ഒരു തരത്തിലും ഒരു ആരോപണം ഈ വിഷയത്തിൽ ഉയരരുത് എന്ന ഒരു മുൻവിധിയോടെയുള്ള നടപടിയായിട്ട് തന്നെ വേണം കാണുവാൻ. അതല്ലാതെ കുറച്ചുപേരെ നിലനിർത്തി കുറച്ചുപേരെ സ്ഥലം മാറ്റി അതിൽ പിന്നെ നാളെ ഒരു വിവാദം ഉണ്ടായി അതിൽ ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു മുൻവിധിയോടെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് വേണം കരുതുവാൻ. എന്നാണെങ്കിലും ഇതിനെതിരെ പോലീസിൽ നിന്ന് വലിയ വിമർശനം ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ആരോപണ വിധേയമല്ലാത്തവരെ സ്ഥലം മാറ്റുന്നതോടെ, എല്ലാവരും മാറുന്നതോടെ ജില്ലയിലെ പോലീസിംഗ് സംവിധാനത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ മലപ്പുറവുമായിട്ട് വലിയ പരിചയമില്ലാത്ത, ഈ സാഹചര്യങ്ങൾ അറിയാത്ത ഉദ്യോഗസ്ഥർ ചുമതലയെടുത്ത് അവർ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്ന ഒരു സമയം, അത് ജില്ലയെ സംബന്ധിച്ച് വലിയൊരു കാലയളവാണ്. അപ്പോൾ പോലീസിംഗ് സംവിധാനത്തിൽ തന്നെ ഈ ഒരു അഴിച്ചുപണി വലിയ തലവേദന ഉണ്ടാക്കുന്നതായിട്ടുള്ള ആക്ഷേപം പോലീസിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. ഇത് അൻവറിനെ തൃപ്തിപ്പെടുത്താനാണോ? ഇതുകൊണ്ടൊക്കെ അൻവറിന്റെ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്ന, കുഴപ്പത്തിലാക്കുന്ന ഈ തുറന്നു പറച്ചിൽ അവസാനിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അപ്പോഴും അഭിലാഷ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ADGP-ക്കെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നുമില്ല. അൻവർ ആരോപണം പോലും ഉന്നയിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കൂട്ടസ്ഥലമാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പൊതുവെ അഭിപ്രായമുള്ള, പോലീസിൽ അഭിപ്രായമുള്ള, പൊതുജനങ്ങൾക്കിടയിൽ അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥരാണ് സ്ഥലം മാറിപ്പോയൊരു മിക്കവാറും ഉള്ളത്. ഇതിൽ ആരോപണ വിധേയരുണ്ടെന്ന് ചോദിച്ചാൽ വി ബെന്നിയെ പോലെ സ്ഥിരമായിട്ട് പല വിഷയങ്ങളിലും മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഉദ്യോഗസ്ഥരുണ്ട്. KM ബിജുവിനെ പോലെ മലപ്പുറത്ത് നല്ല പരിചയമുള്ള, നിരവധി കേസുകൾ അന്വേഷിച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതേപോലെ സജു സേവ, അദ്ദേഹം പെരുന്തൽമണ്ണ DYSP-ആണ്. അദ്ദേഹത്തെ പോലെ നമ്മുടെ മൈസൂരിലെ പാരമ്പര്യ വൈദ്യന്റെ കൊലപാതകം അന്വേഷിച്ച് അതിന്റെ നടപടിയിലേക്ക് എത്തിച്ച ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കൾക്കൊക്കെ പലതരം അഭിപ്രായമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചുപേരെ നിലനിർത്തി കുറച്ചുപേരെ മാറ്റി എന്ന ഒരു പ്രശ്നം വരണ്ട, മാറുമ്പോൾ എല്ലാവരും മാറട്ടെ, ഇനി അതിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകണ്ട എന്ന ഒരു നടപടിയിലേക്ക്, എന്നൊരു ചിന്തയായിരിക്കും അവർ പക്ഷേ ഈ ഒരു നടപടിയിലേക്ക് നയിച്ചത്. ഇത് തന്നെയാണെങ്കിലും മലപ്പുറത്തെ സംബന്ധിച്ച് അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക്
ഇതുകൊണ്ട് പരിഹാരമാകുമോ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടുകയില്ല. എന്നാണെങ്കിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ 1 മാസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. പക്ഷെ അൻവറിന്റെ തുടർച്ചയായിട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ആ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങൾ അതിനൊക്കെ ഒരു മാറ്റം വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും പല ഭിന്നാഭിപ്രായമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്. പോലീസിനുള്ളിലും ഇതിനെതിരെ വലിയ അതൃപ്തിയുണ്ട്. തീർച്ചയായും അതിൽ അനുമോദ സ്വാഭാവികമായി ഒരു കേഡർ സംവിധാനത്തോടെ പോകുന്ന പാർട്ടിയാണ് CPIM എന്നത് അവിടെ തന്നെ നമുക്കറിയാം. ഇതിപ്പോൾ ഈ അജിത് കുമാറിനെതിരായ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും മുതിർന്ന നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഒരു ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് MV ഗോവിന്ദനെ പോലെയുള്ളവർ ഞങ്ങൾ തൃപ്തരാണ് എന്നാണോ വിചാരിച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കെങ്കിലും പോകുന്നത്. സ്വാഭാവികമായി ഇതിപ്പോൾ പോലീസ് തലപ്പത്തുള്ള ഒരു അഴിച്ചുപണിയാണ്. അത് സർക്കാർ സംവിധാനമാണ്, ആഭ്യന്തര വകുപ്പാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടതെങ്കിലും നമുക്കറിയാമല്ലോ ഇതിപ്പോൾ ഈ പാർട്ടിയും ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സർക്കാരും ഒക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയൊരു കൂട്ടസ്ഥലം മാറ്റം അത് CPIM തന്നെ, അതായത് മലപ്പുറത്തെ CPIM ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ടോ? അഭിലാഷ്, ഈ അൻവറിന്റെ തുറന്നു പറച്ചിൽ മുതൽ മലപ്പുറത്തെ CPIM വലിയ അതൃപ്തിയുണ്ട്. കാരണം അൻവർ പാർട്ടിക്ക് വിധേയനല്ലാതെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത്. അദ്ദേഹം SP-യുടെ ക്യാമ്പ് ഓഫീസിൽ കുത്തി നിന്നപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് വിളി വന്നപ്പോൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ല. പിന്നീട് അദ്ദേഹം പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ പാർട്ടി ഇതിനെ അനുകൂലിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ മറുപടി ഏത് പാർട്ടി എന്നുള്ളതാണ്. അദ്ദേഹം സ്വതന്ത്രനാണ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ നടപടികൾ, അതായത് ആഭ്യന്തര വകുപ്പിനെ, അതിലെ ഉന്നത ഉദ്യോഗസ്ഥരെ, അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് അൻവർ പോയപ്പോൾ തന്നെ പാർട്ടി ഇവിടെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. അൻവറിനെതിരെ തുറന്നു പറയുന്നില്ല എന്ന് മാത്രം, അൻവർ വിഷയത്തിൽ ആരും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല പാർട്ടിയിൽ എന്നുള്ളതാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്. പാർട്ടിക്കുള്ളിൽ വലിയ ഈ അൻവറിന്റെ വിഷയത്തിൽ പാർട്ടി ഇപ്പോൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ ദിവസം PP വാസുദേവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പരോക്ഷമായി ഇട്ടു. പിന്നെ അതിനെ പലരും വ്യാഖ്യാനിക്കുക എന്നൊക്കെ അദ്ദേഹം വിശദീകരണം തന്നെങ്കിൽ പോലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ ഒരു വലിയ നിലപാട്. പാർട്ടിയിലെ സാധാരണക്കാരൊക്കെ അൻവറിന്റെ കൂടെ ഉണ്ടെന്നോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങളോടൊക്കെ മനസ്സിലാകുമ്പോഴും പാർട്ടി നേതൃത്വം, ജില്ലാ നേതൃത്വം വലിയ പ്രതിസന്ധിയിലാണ്. അൻവറിനെ പൂർണ്ണമായിട്ടും ഈ ഒരു വിഷയത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട്, ഈ ഒരു കാടടച്ചുള്ള വെടിവെപ്പ് വേണമായിരുന്നു എന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ പല തരത്തിലുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി കുറച്ചുപേരെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ പിന്നാലെ മറ്റൊരു ആരോപണവുമായിട്ട് വന്ന് വീണ്ടും ഇവരുടെ ട്രാൻസ്ഫറിലേക്ക് നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം വരും. അപ്പോൾ അതുണ്ടാക്കാതെ ഇനി ഒരു ആക്ഷേപത്തിന് വഴിയൊരുക്കാതെ എല്ലാവരെയും മാറ്റി ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം എന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തലുള്ളത്. എന്താണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും പാർട്ടിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അൻവറിന്റെ നിലപാടുകളെ ഒന്ന് മയപ്പെടുത്തുവാൻ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അഭിലാഷ്, അവിടെ അനുമതി ഒരു കാര്യം കൂടിയുള്ളത്, ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ അഴിച്ചുപണിയാണ്. പോലീസ് സംവിധാനത്തിനുമൊക്കെ അതൃപ്തിയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണല്ലോ, അതായത് ഈ പോലീസിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയരുമ്പോൾ അല്ലെങ്കിൽ മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉണ്ടാകുമ്പോഴൊക്കെ, അതായത് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരന് അവന്റെ യൂണിഫോം നഷ്ടമാകുന്നു, പക്ഷേ മരം മോഷ്ടിച്ച പോലീസുകാരന് സ്വസ്ഥമായി തുടരാൻ സാധിക്കുന്നു. ഇങ്ങനെ ആക്ഷേപങ്ങൾ നേരിടുന്നവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് തുടരാൻ പറ്റും എന്ന മട്ടിലൊക്കെയുള്ള ചർച്ച ആഭ്യന്തരമായി പോലീസിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ മലപ്പുറത്തും ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും PV അൻവറിന് താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അനുമോദ് തന്നെ സൂചിപ്പിച്ചു. നിരവധിയായ ആക്ഷേപങ്ങൾ നേരിടുന്നവർ, വേട്ടയാടപ്പെടുന്നവർ, ഇപ്പോൾ ബിന്നിയെ പോലെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചത് അഗസ്റ്റിൻ ബ്രദേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവരുടെ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്തകൾ നൽകുകയാണ്. തെറ്റായ ബലാത്സംഗ കേസ് ആണ് നൽകിയിട്ടുള്ളത്. മരം മുറിക്കേസിനുള്ള പ്രതികാരം എന്ന മട്ടിലാണ് ഇത്തരം വേട്ടയാടലുകൾ. ഇവിടെ ഇപ്പോൾ ഈ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചിലരെ സ്ഥലം മാറ്റിയത് എന്ന് പറയുമ്പോൾ ഇത് പോലീസിനകത്ത് ഒരു അതൃപ്തി സൃഷ്ടിക്കുന്നില്ലേ? അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി എന്നുള്ളതാണ്.
ഈ ഒരു സ്ഥലം മാറ്റത്തെക്കുറിച്ച് ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരം ഒരു ഒരു ഓർഡർ പുറത്തിറങ്ങി. അത് മാധ്യമങ്ങളിൽ വന്നതിന് ശേഷമാണ് പല ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇന്നലെ ഡിവൈഎസ്പിമാരൊക്കെ തന്നെ എറണാകുളത്ത് കോൺഫറൻസും മറ്റ് മീറ്റിങ്ങുകളൊക്കെ ആയിരുന്നു. അവരൊക്കെ നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോൾ പോലും ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. അതായത് അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു നടപടി എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാം. പല ഉദ്യോഗസ്ഥർക്കും ആ വിഷയത്തിലൊരു പെട്ടെന്നുള്ളൊരു നടപടിയായിട്ട് അതുകൊണ്ട് പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ പോലീസിനുള്ളിൽ ഇത് വലിയ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ, രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥലം മാറ്റം നൽകി അവരുടെ തൊഴിലിനെയും അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു ആക്ഷേപം ഈ പോലീസിനുള്ളിൽ തന്നെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലേക്ക് തിരിച്ചെത്തി 1.5 മാസം പോലും തികയുന്നതിന് മുൻപാണ് ഈ രണ്ടാമതുള്ള ട്രാൻസ്ഫർ പല ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ട്. പക്ഷെ അതിനപ്പുറം രാഷ്ട്രീയക്കാർ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ഇത്തരത്തിൽ എല്ലാവരെയും സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് ജില്ലയിലെ ഒരു ക്രമസമാധാന പാലനത്തെയും പോലീസിംഗ് സംവിധാനത്തെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇനി വരുന്ന ഉദ്യോഗസ്ഥർ അവർ ജില്ലയെക്കുറിച്ച് വലിയ ധാരണ ഉള്ളവരാണോ എന്ന് പറയാനാകില്ല. അപ്പോൾ അവർ വന്ന് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ അവരുടെ ഇടപെടൽ അത് മലപ്പുറം ജില്ലയെക്കുറിച്ച് പരിചയമുള്ളവർ ഇടപെടുന്ന പോലെ ആയിരിക്കില്ല അതുണ്ടാവുക. സ്വാഭാവികമായിട്ടും ആ ഒരു സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയം മലപ്പുറം ജില്ലയെ എങ്ങനെയായിരിക്കും പോലീസിംഗ് സംവിധാനം ഉണ്ടാവുക എന്നുള്ള ചോദ്യം, പ്രശ്നങ്ങളിലാവട്ടെ കേസന്വേഷണങ്ങളിലാവട്ടെ ഈ ഒരു തുടർച്ച ഇല്ലാത്ത ഒരു സാഹചര്യം വരും. ഇപ്പോൾ തന്നെ CIമാരൊക്കെ അടുത്തൊരു ആശങ്കയിലാണ്. ഇനിയിപ്പോൾ DYSP കഴിഞ്ഞ അടുത്തത് CI ആണ്. ഈ CIമാർക്ക് ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് പല CIമാരും പങ്കുവയ്ക്കുന്നത്. അതായത് പോലീസിനെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുവാനും ആത്മവിശ്വാസമില്ലാത്ത തരത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് എത്തിക്കുവാനും ഈ നടപടികൾ കൊണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാന സ്ഥിതിവിശേഷമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതേസമയം ആരോപണ വിധേയർക്കെതിരെ അന്വേഷണം നടക്കട്ടെ. പക്ഷേ അത് എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു പരക്കെ ഒരു നടപടി എടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നോ എന്ന ചോദ്യമാണ് ആ പോലീസിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നത്. തീർച്ചയായും അവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് താറുമാറായ സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഭരണകക്ഷി MLA തന്നെ വിമർശനവുമായി രംഗത്ത് വരുന്നു. മറ്റ് നിരവധിയായ ആക്ഷേപങ്ങൾ പോലീസ് സംവിധാനം നേരിടുന്നു. പരാതിയുമായി എത്തുന്ന സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരകളാക്കപ്പെടുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. പോലീസ് ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഒരുക്കേണ്ട പോലീസ് തന്നെ അത് തെറ്റിക്കുന്ന സമീപനം ഉണ്ടാകുന്നു. പോലീസ് ഓഫീസിനകത്ത് അല്ലെങ്കിൽ കോമ്പൗണ്ടിനുള്ളിലെ മരമടക്കം മുറിച്ചുമാറ്റി വിൽക്കുന്നു എന്ന ആക്ഷേപമുണ്ടാകുന്നു. റൈറ്റ്, ഇപ്പോൾ ശ്രീ PMA സലാം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ PMA സലാം, ഈ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ സാധിക്കും. പക്ഷെ ഇപ്പോൾ ഈ സ്ഥലം മാറ്റം എന്നത് ഭരണകക്ഷി MLA കൂടിയായിട്ടുള്ള PV അൻവറിന്റെ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ്. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ സ്ഥലം മാറ്റം യഥാർത്ഥത്തിൽ അൻവറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു കൂട്ടസ്ഥലം മാറ്റമായി തോന്നുന്നുണ്ടോ? ഈ ഗവൺമെന്റിന്റെ എല്ലാ നടപടികളും ഇതുപോലെയാണ്. ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് UDF നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും മലപ്പുറത്ത് നടക്കുന്ന, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വർഷങ്ങളായി പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഭരണകക്ഷി MLA തന്നെ അത് പുറത്തു പറഞ്ഞു. അതിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കുറ്റാരോപിതരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോ മലപ്പുറത്തെ മുഴുവൻ DYSP മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതിൽ 1 മാസത്തെ സർവീസ് ഉള്ളവർ കൂടിയുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സ്ഥലം മാറി വന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതെന്തിനാ ചെയ്തത് എന്ന് പറഞ്ഞാൽ കുറ്റാരോപിതരായ ആളുകളെ വെള്ളപൂശാനാണ്. ആ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും മാറിയപ്പോ എന്നെയും മാറ്റി എന്ന് പറഞ്ഞ് കുറ്റം ആരോപിക്കപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനും കേരളീയ സമൂഹത്തിനും അപമാനമുണ്ടാക്കിയ കുറ്റവാളികളായി ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ വെള്ളപൂശാനും അവർക്ക് സംരക്ഷണം നൽകാനുമാണ് ഗവൺമെന്റ് മറ്റുള്ളവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു കൂട്ട സ്ഥലം മാറ്റം ഉത്തരവിട്ടത്. അതൊരു ജില്ലയെ അപമാനിക്കൽ കൂടിയാണ്.
മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല മുഴുവൻ ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാണ് എന്ന് വന്ന് ഇതിനെ അപമാനിക്കൽ കൂടിയാണ്. അത്യന്തം ഹീനമായ ഒരു നിലപാടാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തു വന്നാലും നന്നായില്ല എന്ന് ഉറപ്പിച്ച ഒരു ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ആണ് കേരളത്തിലുള്ളത് എന്ന് വ്യക്തമാകുന്നു. ആരോപണ വിധേയരായ ഗുരുതരമായ ആരോപണങ്ങൾ, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകല്, വ്യാജരേഖ ചമക്കല്, കള്ളക്കടത്ത്, അഴിമതി, ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്ഥലം മാറ്റാൻ പോലും, ചുമതലകളിൽ നിന്ന് മാറ്റാൻ പോലും തയ്യാറായിട്ടില്ല. അയാൾ 3-4 ദിവസം ലീവ് എടുത്ത് പോയി എന്നതല്ലാതെ ഗവൺമെന്റ് ഒരു നടപടിയും ADGPയെ കുറിച്ച് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മുഖം രക്ഷിക്കാൻ എടുക്കുന്ന നിലപാടുകൾ പോലും അവരുടെ മുഖം വികൃതമാക്കുകയാണ് കൂടുതൽ. ഈ സ്ഥലമാറ്റ ഉത്തരവിലൂടെ വന്നിട്ടുള്ളത് പൊതുവെ ദുർബല, കൂടെ ഗർഭിണിയും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായും ശ്രീ PM സലാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റുന്ന വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിന് ഇങ്ങനെ സ്ഥലം മാറ്റമൊക്കെ സാധ്യവുമാണ് എന്ന് പറയുമ്പോൾ ഇത് പോലീസിനകത്തും വലിയ മുറുമുറുപ്പിന് വഴിയൊരുക്കില്ല. അവരുടെ ഒരു ആത്മവിശ്വാസത്തെ, അതായത് തെറ്റ് ചെയ്തവനെയും ചെയ്യാത്തവരെയും ഒരേ നുകത്തിൽ കെട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാവരുടെയും പട്ടികയിലേക്ക് വളരെ നല്ല റെക്കോർഡ്സ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരും പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയല്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നല്ല സർവീസ് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാർ കൂട്ടിച്ചേർത്തുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ കുറ്റാരോപിതരാണ് ഇവിടെ രക്ഷപ്പെടുന്നത്. അവരുടെ മുഖമാണ് ഗവൺമെന്റ് രക്ഷിച്ചു കൊടുക്കുന്നത്. ക്രിമിനൽസിനെ സംരക്ഷിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇത് പോലീസിന്റെ മുറയിനെ തീഷ്ണമായി ബാധിക്കും. അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ ക്രമസമാധാന നിലയെ കുറിച്ചുള്ള ഒരു വളരെ മോശം, മലപ്പുറത്തെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ മലപ്പുറത്ത് ജോലി ചെയ്യാൻ വരുന്ന മുഴുവൻ ആളുകളും കുറ്റവാളികളാണ്, തെറ്റ് ചെയ്യുന്നവരാണ് എന്ന ചിന്തയിലേക്കാണ് ഇത് പോകുക. അപ്പൊ സംഘപരിവാറിന് എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, തന്റെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഏതറ്റം വരെ പോകും എന്നുകൂടി അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, താങ്കൾ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയത് കൊണ്ടാണ് ഈ നടപടികൾക്ക് ശേഷം KT ജലീലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് പോലീസിലും സംഘപരിവാർ അനുഭാവികളുടെ എണ്ണം കൂടുകയാണ്. ഈ ഉത്തരേന്ത്യയിലൊക്കെയാണ് ജാതിയും മതവും ഒക്കെ നോക്കി കേസെടുക്കുന്ന സമീപനമുള്ളത് എങ്കിൽ ഇപ്പോഴത് കേരളത്തിലും ഉണ്ടാകുന്നു എന്ന് KT ജലീൽ പറയുന്നുണ്ട്. വൈകി വരുന്ന വിവേകാണത്. അദ്ദേഹത്തിന് എപ്പോഴും വിവേകോദിക്കൽ വളരെ വൈകിട്ടാണ്. കാരണം ഇത് ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് തെളിവുകൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, വെറുതെ പറയുകയില്ല. മാത്രമല്ല, ഇടതുപക്ഷത്തിലെ പ്രമുഖ നേതാവായിരുന്ന CPIയിലെ ആനി രാജ വളരെ ക്ലിയറായി വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലും അന്ന് ആനി രാജയെയും CPIയെയും തെറി പറയാനും അവഹേളിക്കാനുമാണ് ജലീലടക്കമുള്ള മാർക്സിസ്റ്റ് സഹയാത്രികർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അവർക്ക് ഒട്ടും വന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതായത് ഈ സ്ഥലം മാറ്റമടക്കം RSSനെയും BJPയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണല്ലേ? RSS BJP അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖം വെളുപ്പിക്കാൻ, അവരെ സംരക്ഷിക്കാൻ നിരപരാധികളും നല്ലവരുമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായി എന്നതാണ് ഇതുകൊണ്ട് പുറത്തു വരുന്ന യാഥാർത്ഥ്യം. റൈറ്റ്, അതാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഉണ്ടാകുമ്പോൾ RSSന്റെ മുഖമുള്ള വികൃതമായ പോലീസ് ഉദ്യോഗസ്ഥരെ വെളുപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം സ്ഥലം മാറ്റം എന്നതാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണമായി വരുന്നത്. PM സലാമാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. വളരെയധികം നന്ദി ശ്രീ PM സലാം ഞങ്ങളോട് പ്രതികരിച്ചതിന്. അനുമോദ്, അതായത് തുടർച്ചയായി നിലനിൽക്കുന്ന പല ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. പ്രതിപക്ഷം ഇത് ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് എന്ന് മുസ്ലിം ലീഗും പറയുന്നു. പക്ഷേ അപ്പോഴൊന്നുമില്ലാത്ത ഒരു നടപടി ഇപ്പോഴുണ്ടാകുന്നു. അതിലാകട്ടെ ആക്ഷേപങ്ങൾ നേരിടാത്തവരും പെട്ടുപോകുന്നു. അത് മലപ്പുറത്തിന്റെ ആകെ ക്രമസമാധാനത്തെ ബാധിക്കുന്ന ഒന്നായി മാറുമെന്നാണ് ഇപ്പോൾ ലീഗ് ആക്ഷേപം ഉന്നയിക്കുന്നത്.
തീർച്ചയായും ലീഗിന്റെ ഒരു ആക്ഷേപം വളരെ ന്യായമാണ്. കാരണം മലപ്പുറത്തെ പോലീസുകാരെ മുഴുവൻ നീക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം നേരത്തെ സലാം സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കുറ്റകൃത്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനിഷ്ടമായ സംഭവങ്ങളിലൊക്കെ ഇടപെടുന്നവരാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് അവരുടെ മൊറലിനെയും ആത്മവിശ്വാസത്തെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. രണ്ടാമത്, ഇപ്പോൾ ജില്ലയുടെ കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് പകരം അറിയാത്ത ആളുകൾ വന്ന് ഈ ഒരു ചാർജ് ഏറ്റെടുത്ത് കുറച്ചു കാലം ജില്ലയിലെ പോലീസിംഗ് സംവിധാനം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. കാരണം മുതിർന്ന ഉദ്യോഗസ്ഥർ മുഴുവൻ മാറുകയാണ്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രം അറിയുന്ന, ആ പ്രശ്നം ഉന്നയിക്കുന്ന ആളുകളെ അറിയുന്ന, ഓരോ നാടിൻ്റെയും പ്രത്യേകതകൾ അറിയുന്ന, ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർക്ക് പകരം വേറെ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും അതിനോടുള്ള നടപടികൾ എന്ന ചോദ്യം അതിപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട്. ഇങ്ങനെ ഒരു അടച്ച് എല്ലാവരെയും മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? അത് ചിലരെ സംരക്ഷിക്കാനും അതല്ലെങ്കിൽ എല്ലാവരെയും കുറ്റാരോപിതരാണെന്ന തരത്തിൽ മുദ്രകുത്താനും ഒക്കെ വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന നടപടിയാണ് ഇത് എന്ന് PM സലാം പറഞ്ഞതിൽ ലീഗിന്റെ നിലപാടാണ് അത് പറയുന്നത്. ലീഗിന്റെ നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു കൂട്ട ട്രാൻസ്ഫർ മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനാണ് മലപ്പുറത്തെ പോലീസുകാരൊക്കെ ഇത്തരത്തിൽ കളങ്കിതരാണെന്ന സന്ദേശം, തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിലേക്ക് ഈ ഒരു ട്രാൻസ്ഫർ നടപടി വഴിയൊരുക്കുന്നു എന്ന അഭിപ്രായമാണ് PM സലാം പങ്കുവച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ ലീഗ് പലയിടത്തും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ പ്രതിഷേധങ്ങൾ ഇതിലേക്ക് വരുന്നു. അപ്പോൾ അൻവറിനെ ശാന്തനാക്കി അല്ലെങ്കിൽ അൻവർ കൂടുതൽ പ്രതിസന്ധി പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഉണ്ടാക്കാതിരിക്കാൻ പോലീസുകാരെ മുഴുവൻ അങ്ങ് സ്ഥലം മാറ്റി ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണാനാണ് സർക്കാരിന്റെ ഭാഗത്തും ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നത്. അൻവറിന് അവകാശപ്പെടാം താൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഉള്ള സർക്കാർ നടപടിയാണെന്ന്. പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഫലിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. ലീഗ് നിലപാട് പ്രസ്താവിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനും ഈ കാര്യത്തിൽ എതിർപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. CPI എന്ത് പറയുന്നു അറിയാൻ കഴിയില്ല. ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷേ ഇടതുപക്ഷം തുറന്നു പറഞ്ഞ് കൂടുതൽ ഈ അൻവർ ഉണ്ടാക്കിയ മുറിവിൽ ഉപ്പ് തേക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ, രാഷ്ട്രീയക്കാരുടെ പ്രതികരണമൊക്കെ നമുക്ക് കടുത്ത പ്രതികരണങ്ങളെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ പ്രതികരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അനുമതിയിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KPO റഹ്മത്തുള്ള ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ റഹ്മത്തുള്ള, താങ്കൾക്ക് ഈ മലപ്പുറത്തെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? നേരത്തെ തന്നെ PV അൻവർ ആരോപണം ആരംഭിച്ചു കഴിഞ്ഞതാണ്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് സുജിദാസിനെ പോലെയുള്ളവർ അവിടെ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് നടപടികളിലേക്ക് പോയത്. ആ ആരോപണം നേരിടുന്ന MR അജിത് കുമാർ ഭദ്രമായി തന്നെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു. അതേസമയം മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റം നേരിടുകയും ചെയ്യേണ്ടി വരുന്നു. ഒരു തെറ്റായ സന്ദേശം നൽകുന്നതാണ് ഈ സ്ഥലം മാറ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോപണ വിധേയരാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി കുറ്റക്കാരെന്ന് കണ്ടെത്തുകയോ ചെയ്യുന്നവരെ സ്ഥലം മാറ്റുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഒരു DYSPക്കെതിരെ ആരോപണം വരുമ്പോൾ, ഒരു SIക്കെതിരെ ആരോപണം വരുമ്പോൾ ആ ജില്ലയിലെ മുതിർന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സ്ഥലം മാറ്റുന്നതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയുകയില്ല. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്നത് കൂടിയാണ് ഈ നടപടി എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം സത്യസന്ധമായി ജോലി ചെയ്തിട്ടും കാര്യമില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ആക്ഷേപം വന്നാൽ കൂട്ടത്തോടെ സ്ഥലം മാറ്റുമെന്ന ഒരു സന്ദേശമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ കുറ്റം ചെയ്താൽ ആ പാർട്ടിയിലെ എല്ലാ മന്ത്രിമാരും അല്ലെങ്കിൽ എല്ലാ മന്ത്രിസഭ ഒന്നടങ്കം രാജിവെക്കണമെന്ന് പറയുന്നതിനോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ഒന്നാകെ ഒഴിയണമെന്ന് പറയുകയോ ചെയ്യുന്ന ഒരു കീഴ്വഴക്കമില്ലാത്തിടത്തോളം കാലം ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണമുയർന്നാൽ, ആക്ഷേപമുയർന്നാൽ, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തെ മാത്രം മാറ്റുക എന്ന രീതിയിലേക്ക് പോലീസിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൃത്യമായി ജോലി ചെയ്യുന്ന ആളുകൾ കൂടി മനം മടുത്ത് തങ്ങൾ മാത്രം ശരി ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്നൊരവസ്ഥ വന്നാൽ ക്രമസമാധാനം പോലെ വളരെ കൃത്യമായി വളരെ നന്നായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പോലും കുത്തഴിഞ്ഞ രീതിയിലേക്ക് മാറുമെന്നാണ് മലപ്പുറം ജില്ലയിലെ ഈ കൂട്ട സ്ഥലം മാറ്റം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
റൈറ്റ്. ഇത് ഈ രാഷ്ട്രീയമായും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങളാണല്ലോ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് സംഘപരിവാർ അജണ്ടയോടുകൂടിയാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപമുണ്ടാകുന്നു. മറുഭാഗത്ത് ചില ഉദ്യോഗസ്ഥർ പരാതികളുമായി എത്തുന്ന ആളുകളെ, വനിതകളെ ബലാത്സംഗം ചെയ്യുന്നു എന്ന ആക്ഷേപം ഉയരുന്നു. അത് തെറ്റായ ഒരു പരാതിയാണ്. അത് ഈ മരമുറി കേസിലെ പ്രതികൾ വ്യാജമായി ചമച്ചതാണ് എന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പോലീസ് സംവിധാനം ഒന്നാകെ കുളമായിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ നിരീക്ഷിക്കേണ്ടി വരികയാണോ? പോലീസ് അസോസിയേഷനിലെ പടല പിണക്കങ്ങളും പോലീസ് അസോസിയേഷനിലെ നേതാക്കന്മാരെ രാഷ്ട്രീയക്കാർ സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം. ഈ പോലീസ് അസോസിയേഷനിലെ യോഗത്തിൽ മലപ്പുറം ജില്ലയിലെ SP നേരം വൈകാൻ പോലും കാരണം പോലീസ് അസോസിയേഷനിലെ ചില പടല പിണക്കങ്ങളാണ് എന്ന വാർത്ത അന്നേ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിനെ കുറിച്ച് ആർക്കും എന്തും പറയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴുന്നു എന്നതാണ് സത്യം. പോലീസിനെ വളരെ കൃത്യമായി നയിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും ആഭ്യന്തര വകുപ്പും രാഷ്ട്രീയ നേതൃത്വവും പരാജയപ്പെടുന്നു എന്നതുകൂടി നമ്മൾ ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വം പോലീസിനെ ഉപയോഗിച്ച് എന്ത് നെറികേടുകളും സാധിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന PV അൻവറിന്റെ സ്വന്തം സ്ഥലത്ത് നിന്ന് 6000 കിലോ വരുന്ന ഇരുമ്പ് കമ്പി മോഷണം പോയത് പരാതി കൊടുത്തിട്ട് അതിൽ ഒരന്വേഷണവും നടത്തിയില്ല എന്നിടത്ത് നിന്നാണ് ഈ ആക്ഷേപങ്ങൾ തുടങ്ങുന്നത് എന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പോലീസ് സംവിധാനം മൊത്തം തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെറുവിരൽ അനക്കിയില്ല എന്ന ആക്ഷേപം അൻവർ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൻവറിന്റെ കയ്യിൽ ചെറിയ മീനുകൾ മാത്രമല്ല വലിയ മീനുകൾ ഇനിയുമുണ്ട് എന്ന ഒരു ഭയം കൊണ്ടാണ് പലരും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല പോലീസിലെ തന്നെ ചില ശാക്തിക ചേരികളുടെ പിന്തുണയും അൻവറിനുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ശരി, ഞാൻ ഇപ്പോൾ BJP നേതാവ് രവി തേലത്ത് കൂടിയുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇനിയിപ്പോൾ അവിടെ പകരം എത്തുന്ന ഉദ്യോഗസ്ഥർ അവർക്കൊക്കെ ആത്മാർത്ഥമായോ അല്ലെങ്കിൽ സത്യസന്ധമായോ ഒക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? കാരണം ഇത്രയേറെ പ്രശ്നങ്ങളാണ് ആ പ്രദേശത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭരണകക്ഷി MLA തന്നെ. മറ്റ് സ്വതന്ത്ര MLA-മാർ ഇനിയും ഇവിടെയുണ്ട്. അവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ കൂടി നിന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന സന്ദേശമാണ് ഇതിൽ നിന്ന് വരുന്നത്. മാത്രമല്ല ഇവരൊക്കെ പറയുന്നത് കേട്ട് നിന്നിട്ടില്ലെങ്കിൽ നാളെ തനിക്കും ഈ ഗതി വരും എന്നതുകൊണ്ട് പോലീസ് സേനയിലെ എല്ലാവരും ഇനി സ്വതന്ത്ര രാഷ്ട്രീയ MLA-മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ഒരവസ്ഥ കൂടി വന്നു ചേരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പോലീസിൽ ബാഹ്യമായ രാഷ്ട്രീയമായ ഇടപെടൽ സൃഷ്ടിച്ചുകൊണ്ട് അജയ്യമാകാനുള്ള ചില ആളുകളുടെ ശ്രമങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കാണാതിരുന്നാൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനം ഇനി മുതൽ മലപ്പുറം ജില്ലയിലും സംസ്ഥാനത്തും ഉണ്ടാവുകയില്ല എന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആഭ്യന്തര വകുപ്പിന് പുറമെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പുറമെ മന്ത്രിമാർക്ക് പുറമെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് പുറമെ ചില സ്വകാര്യ ശക്തികൾ കൂടി ഞങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന വലിയ ഒരു ദുസ്സന്ദേശം കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് സത്യം. ശരി, അതാണ്. അതായത് PV അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ക്ലീനാക്കിയേ അടങ്ങൂ എന്ന് പറയുമ്പോൾ പോലും ഒരാരോപണവും നേരിടാത്ത ഉദ്യോഗസ്ഥർക്ക് പോലും സ്ഥലം മാറ്റം നേരിടേണ്ടി വരുമ്പോഴാണ് ഇനി അവിടേക്ക് ചുമതലയുമായി എത്തുന്നവർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന സംശയമുണ്ടാകുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ BJP നേതാവ് രവി തേലത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ രവി തേലത്ത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരം ഒരു സ്ഥലം മാറ്റം ഉണ്ടായിട്ടുള്ളത്? PV അൻവറിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം മാറ്റമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന നിരീക്ഷണമുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയത്തിനകത്ത് ഉള്ള വ്യക്തിപരമായ അല്ലെങ്കിൽ ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളും ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. നേരത്തെ തന്നെ മലപ്പുറം പോലീസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള അപവാദങ്ങൾ വന്നതാണ്. ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത്തിനപ്പുറത്ത് നിയന്ത്രിക്കുന്ന ചില അധോലോക സംവിധാനങ്ങൾ കൂടി ഈ ഇടപെടലിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്ത് കുറച്ചു കാലമായിട്ട് ഈ വിഷയത്തിൽ പല ഹവാല അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെയുള്ള
കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണം വർദ്ധിച്ചിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണം വർദ്ധിച്ചപ്പോ അന്ന് പ്രതികരിക്കാൻ വേണ്ടി വന്ന ആളുകൾ അതിന് കാരണം കണ്ടെത്തിയത് അവർ പറഞ്ഞത് മലപ്പുറം ജില്ലയെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ശരിയല്ല എന്നും ഈ ആളുകളൊന്നും തന്നെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരല്ല എന്നും അവർ പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കൂടുതൽ കേസ് വന്നാൽ മലപ്പുറം ജില്ലക്ക് മലപ്പുറം ജില്ലക്ക് നാണക്കേടെന്ന് ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലക്ക് നാണക്കേടല്ലേ? അതിനെന്താ മറ്റൊരു വ്യൂവിൽ കാണുന്നത്? മലപ്പുറം എന്ന് പറയുമ്പോൾ അതെല്ലാം വേറൊരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കാനും അത്തരത്തിലുള്ള എന്ത് നീക്കങ്ങൾ നടന്നാലും അത് ആ സമൂഹത്തെ അപമാനിക്കാനുമാണ് എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അധോലോക പ്രവർത്തനങ്ങൾ, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, ലഹരി മാഫിയ, ഹവാല കടത്ത്, ലാൻഡ് മാഫിയ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വലിയ ഒരു ശൃംഖലയുണ്ട്, മാഫിയ ശൃംഖല. ആ ശൃംഖലയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുൻകാലങ്ങളിൽ പോലീസിനെതിരായിട്ടുള്ള നിലപാട് വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ പിന്നെ ഇരു മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണോ പക്ഷേ KT ജലീലിന്റെയൊക്കെ പ്രതികരണം വരുന്നത് മലപ്പുറത്ത് പോലീസുകാർക്കിടയിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്, അവർ ആ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, ജാതിയും മതവും ഒക്കെ നോക്കിയാണ് അന്വേഷണം നടത്തുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണം പോലും പുറത്തു വരുന്നുണ്ട്. അല്ല, അത് ആ കാര്യത്തിൽ തന്നെ അത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിന്റെ ഒരു ബാക്കി ഭാഗം പറഞ്ഞതുപോലെയാണ് താങ്കളുടെ ചോദ്യം വന്നിട്ടുള്ളത്. ഞാൻ അതിലേക്ക് തന്നെയാ വരുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കുറെ കാലങ്ങളായിട്ട് നടന്നിരുന്ന മാഫിയ പ്രവർത്തനങ്ങളിലൊക്കെ ചില ഇടപെടൽ ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ പോലീസ് മേധാവിയെയോ അല്ലെങ്കിൽ പോലീസിനകത്തുള്ള മറ്റു മാഫിയ സംഘങ്ങളുള്ള തമ്മാങ്ങൾ 2 ചേരിയായി തിരിഞ്ഞതോ 3 ചേരിയായി തിരിഞ്ഞതോ ഒക്കെ ഭാഗമാണ് എന്നൊക്കെയുള്ള ആരോപണമാണ് ഇപ്പോ അൻവർ ഉന്നയിക്കുന്നതിൽ നിന്ന് അതിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. SP-യുടെയും ADGP-യുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു കാര്യങ്ങൾ നടക്കുകയാണ്, ബോധപൂർവ്വം നടക്കുക എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ നേരത്തെ നടന്നിരുന്നൂടെ? കുറെ കാലങ്ങളായിട്ട് ഈ ഒരു ശൃംഖല ഇവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവുകയും അതിനകത്ത് ഒരു ഭാഗം പോലീസ് സംവിധാനം കൃത്യമായി അവരെ എതിർക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കത് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 1-2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ PV അൻവർ നിലമ്പൂർ MLA ആണ്. ആ MLA ആയിരിക്കുന്ന സമയത്താണ് പരിസ്ഥിതികമായ എല്ലാ നിബന്ധനകളെയും എല്ലാ നിർദ്ദേശങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവിടെ തടയണ നിർമ്മിക്കുകയും അവിടെ ഭൂമി കയ്യേറുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി വന്നത്. പലതാവർത്തി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കണം കളക്ടർ, അദ്ദേഹം പറഞ്ഞത് SP അംഗീകരിക്കണം. അതാണ് അദ്ദേഹം ഒരു മാടമ്പിയെ പോലെ വരും. അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ അന്നത്തെ ഇവിടെ കളക്ടറായിരുന്ന ജാഫർ മാലിക് അദ്ദേഹത്തെ ഇവിടുന്ന് സ്ഥലം മാറ്റി. അന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ചു. PV അൻവർ പറഞ്ഞാൽ നടക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കയ്യേറ്റം പൊളിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ നിർദ്ദേശം വന്നിട്ട് അത് നടപ്പിലാക്കാൻ പോലും സാധിക്കാതെ പോലീസ് സംവിധാനവും കളക്ടറും ഇവിടെ നിൽക്കേണ്ടി വന്നു. അതെല്ലാം ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ പാരിസ്ഥിതിക അനുമതി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പശ്ചിമഘട്ടത്തിന്റെ അവിടെയൊക്കെ കയ്യേറ്റം നടത്തി വലിയ പിന്നെ ഗുണ്ട ശൈലിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റിപ്പോർട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. പക്ഷേ അൻവർ പറയുന്നത് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിലൊക്കെ അൻവറിന്റെ ആക്ഷേപം എന്താണ്? സ്വർണം പിടികൂടുകയല്ല, അത് പിടികൂടി അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് വീതിച്ചെടുത്തുകൊണ്ട് പോലീസ് പോകുന്നു എന്നാണ്. അല്ല, അതിപ്പം ഇവര് ഈ കസ്റ്റംസിലേക്ക് സ്ഥലമാറ്റം കിട്ടാൻ, എയർപോർട്ടിലേക്ക് സ്ഥലമാറ്റം കിട്ടാൻ അങ്ങനെയൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കാറുണ്ടല്ലോ. അതൊക്കെ ഇതിന്റെയൊക്കെ കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തുന്ന സ്വർണം പിടിക്കുന്നതാണ് ഇവരുടെ പ്രശ്നം. കസ്റ്റംസ് പിടിക്കുന്നില്ല, കസ്റ്റംസ് പിടിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ കസ്റ്റംസിൽ പിടിക്കാൻ സാധിക്കണ്ടേ? കസ്റ്റംസിൽ സ്വാധീനം ചെലുത്തി ആ സ്വർണം പിടിക്കാൻ എന്താ പറയാ പുറത്ത് കടത്തുമ്പോ അവിടെ വെച്ച് ഇത് പിടിക്കുകയാണ്. അതൊരു കസ്റ്റംസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സുജിത് ദാസിന് അതിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നു. സുജിത് ദാസ് അത് പിടിക്കുന്നു. പിടിച്ചിട്ട് കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ കസ്റ്റംസ് ഇതിനേക്കാൾ വലിയ അപകടം കാണിക്കും തോന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇതിനകത്ത് പോലീസ് സേനയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും പരിശോധിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് അൻവർ പറഞ്ഞ അതേപോലെ നമുക്ക് വിഴുങ്ങാനും പറ്റില്ല, അത് തള്ളാനും പറ്റില്ല. കാരണം ഏത് പോലീസുകാരാണ് ഇത് എടുക്കുന്ന അറിയില്ല. പിന്നെ KT ജലീലിനൊക്കെയുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ കുറെ കാലമായിട്ടുള്ളതാണ്. KT ജലീലിന് സ്വർണ്ണക്കടത്ത് സമയത്ത് KT ജലീലിന്റെ ഗവൺമെന്റിന് എന്തിനാ ഫോൺ വന്നത്? ഗവൺമെന്റിന്റെ ഫോണിലൂടെ കാര്യങ്ങൾ അദ്ദേഹം
കഴിഞ്ഞു. ഇനി പുതിയ ഉദ്യോഗസ്ഥർ അവിടെ ചുമതലയെടുക്കുമ്പോൾ അവരൊക്കെ ഈ അൻവറിന്റെയും സംഘത്തിന്റെയും ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ ആയിരിക്കുമെന്നാണോ അനുമാനിക്കേണ്ടത്? റൈറ്റ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. എന്തായാലും മുഖം നോക്കാതെ അടക്കം നടപടിയെടുത്തുകൊണ്ടിരുന്ന ചില ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ട്. അവരിൽ അതൃപ്തരായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്ന വിമർശനം ആണ് BJP പറയുന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം അനധികൃത ഇടപാടുകൾക്കെതിരെ നടപടിയെടുത്തു തുടങ്ങിയതാണ് അൻവറെ അടക്കം ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് BJPയുടെ ആക്ഷേപം. അതേസമയം ലീഗിന്റെ നിലപാട് നേരത്തെ PMA സലാം വ്യക്തമാക്കി കഴിഞ്ഞു. RSS മുഖമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണുള്ളത്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം കൂടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അങ്ങനെ നിരപരാധിയായ ഉദ്യോഗസ്ഥരെ അടക്കം ബലിയാടാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മലപ്പുറത്തുള്ളത് എന്നുകൂടിയായിരുന്നു ലീഗിന്റെ പ്രതികരണം വന്നത്. കോൺഗ്രസിന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്.